ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ഇവിടെ പതിവിൽ വിട്ടൊരു വ്യത്യാസം എന്നല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഡിമ്പിൾ പോയി കഴിഞ്ഞാൽ ഞാൻ ആ റൂമിലാണ് കിടക്കുക. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എണീറ്റപ്പോൾ എനിക്ക് തോന്നി അവിടെ നിന്ന് കുരിശ് വരച്ച് തൊട്ട് ആവാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കുറേ പേർക്ക് അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇതാണ് അന്നാവമ്മയുടെ രൂപം, ഫോട്ടോ. അതായത് മാതാവിൻ്റെ അമ്മയാണ്. മാതാവാണ് ഈ ചെറിയ കുട്ടിയായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ച് പേര് ചോദിച്ചതിൻ്റെ പേരിലാണ് ഞാനത് വീണ്ടും കാണിക്കുന്നത്. അപ്പോൾ ഒന്ന് രണ്ട് കുട്ടികൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ നവമ്മയുടെ പ്രയറും എന്താണ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാനത് അവർക്ക് തിരിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഞാൻ ഫോട്ടോ അതിന് വേണ്ടിയിട്ടാണ് കാണിച്ചത് കേട്ടോ. ഇതിപ്പോൾ ഡിമ്പിളുടെ റൂമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള സ്ഥലമാണ്, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ ദേ ഡിമ്പിള് രാവിലെ തന്നെ ഞാൻ നേരത്തോടെ എണീറ്റു, കാരണം അവർ ഇന്നലെ യാത്ര പോയതല്ലേ. അപ്പോൾ എന്തായി ഏതായി എന്നറിയാനായിട്ട് അപ്പോൾ ഞങ്ങൾ എപ്പോഴും വിളിക്കാറില്ല, നമ്മളെപ്പോഴും ഗ്രൂപ്പുണ്ട്, അപ്പോൾ അതിൽ മെസ്സേജ് അയക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ അവർ രാവിലെ 1.5 മണിക്കൂർ അങ്ങോട്ട് ലേറ്റ് ആയിട്ടുണ്ട്. ആൻസൺ വന്ന് എന്താ പറയുക, പോസ്റ്റ് ആവാമെന്ന് പറയില്ല, ഇപ്പോഴത്തെ കുട്ടികൾ പറയണ പോലെ 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞു ഇവരെത്താൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നാലും സേഫായിട്ട് എത്തി. അവൻ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങി എന്ന് പറഞ്ഞു. അതുവരെ അപ്പയുടെ അടുത്ത് പോകണ ആ ഒരു സന്തോഷത്തിൽ ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു മൂപ്പര് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം രാവിലെ പള്ളിയിലേക്ക് പോകേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി നേരത്തോടെ എണീറ്റ്. അപ്പോൾ ദേ പാച്ചു ഇന്നലെ പോകുമ്പോൾ അയച്ച വീഡിയോ ആണ് കേട്ടോ. കുട്ടി അപ്പയുടെ അടുത്ത് പോകാമെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ്, ബസ്സിൻ്റെ ഉള്ളിലുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇത് നമ്മളുടെ ഡിമ്പിളുടെ ഇതിലുണ്ടായിരുന്നു, നമ്മുടെ കുറേ ദിവസം നമ്മളുടെ അവിടെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ സോഫ കബഡ്, അതാണ് അവിടെ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് ഡിമ്പിൾ അവിടെ നിൽക്കണതിൻ്റെ അനുസരിച്ച് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓരോന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം രാവിലെ തന്നെ എണീറ്റ് ഡാഡി ബാക്കി കാര്യങ്ങൾ നോക്കുമ്പോഴേക്കും ഞാൻ വേഗം കട്ടൻ വെച്ചു. പള്ളിയിലേക്ക് പോകേണ്ട കാര്യത്തിന് നേരത്തോടെ പോകണമല്ലോ, അറിയാലോ. പെസവ്യാഴം, ദുഃഖവെള്ളി, ദുഃഖശനി, ഈസ്റ്ററൊക്കെ ഈ ആഴ്ച മൊത്തം നമ്മൾ ഏറ്റവും കൂടുതൽ പള്ളിയിൽ സമയം സ്പെൻഡ് ചെയ്യണ ദിവസങ്ങളാണ്. അപ്പം അങ്ങനെ മാതാവിൻ്റെ അവിടെ പതിയുംപടി മെഴുകുതിരി കത്തിച്ച് ഞാനൊരു കട്ടൻ വെച്ചു. കട്ടൻ വെച്ച് അത് കുടിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. അപ്പം അങ്ങനെ ഇറങ്ങി പതിയുംപടി നിങ്ങൾക്കറിയാം, ഇപ്പോൾ പള്ളിയിൽ പോയി എന്തൊക്കെയാണ് ഉണ്ടാവുക എങ്ങനെയൊക്കെയാണെന്നുള്ളത് എല്ലാം കഴിഞ്ഞ് കെസ് ബേബിയുടെ അടുത്ത് പോയി. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഡ്ഡലി ഇന്നലെ പറഞ്ഞല്ലോ പാച്ചുവിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ പിന്നെ പെട്ടെന്ന് ട്വിസ്റ്റൊക്കെ മാറി നൂഡിൽസും അതും ഇതൊക്കെയായി. അപ്പോൾ ഇത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അതെടുത്ത് പുറത്ത് വെച്ചിട്ടാണ് പള്ളിയിലേക്ക് പോയത് കേട്ടോ. അപ്പോൾ അങ്ങനെ പള്ളിയിൽ പോയി തിരിച്ച് വന്ന് ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് നോക്കി. അപ്പോൾ ഇന്ന് മൊത്തം ഞാൻ ഡിവൈന് ഭയങ്കര മടിയാണ് വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഡിവൈനോട് പറഞ്ഞേക്കാം കംപ്ലീറ്റ് കാര്യങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പാച്ചുവിനെ ഞാനും ചാക്കോച്ചനും കൂടി അവിടെ ഒതുങ്ങിയിരുന്നു. ഡിവൈനും എന്താ പറയുക, ഇരിക്കാൻ പറ്റാത്ത അത്ര പണിയുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ ചോറും ഉച്ചകാലത്തേക്കുള്ള പരിപ്പും മുരിങ്ങക്കായും വെച്ചു. തക്കാളി ഇട്ടിട്ട് പാലൊഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് നീങ്ങി ചാക്കോച്ചനെയും കൊണ്ട് അങ്ങോട്ട് നീങ്ങി. ഡാഡി ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് പുറത്ത് പോയി. പിന്നെ ഡിവൈൻ്റെ കാര്യങ്ങളായിരുന്നു അവിടെ ഫുള്ള്. എനിക്ക് തോന്നുന്നു ഒരു 3-3:30 വരെ എൻഗേജ്ഡായിരുന്നു. അപ്പോൾ അതേ പാച്ചു അവിടെ ചെന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞു. ഇത് ഓച്ചുവിൻ്റെ ഫുഡാണ് അവിടെ, ചോറും പിന്നെ എന്തൊക്കെ രസം അങ്ങനെ എന്തൊക്കെയാണ്. അങ്ങനെ ഞങ്ങളൊക്കെ ഉച്ചയ്ക്ക് തോമൊക്കെ വന്നതിന് ശേഷം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ്, ഞാൻ പറഞ്ഞില്ല അവൻ വന്നതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം എടുക്കാം. അത് കഴിഞ്ഞിട്ടാണ് ചാക്കോച്ചനെ ഏൽപ്പിച്ച് ഡിവൈൻ 2 പേരെയും കൊണ്ടുപോയതിന് ശേഷമാണ് ഞാൻ ഒതുക്കാൻ നിന്നത് കേട്ടോ. കാരണം പച്ചക്കറികൾ, ഇറച്ചി, മീനൊക്കെ ഫുൾ ഡിവൈൻ ഒതുക്കി സെക്ഷനാക്കി ഫ്രീസറിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സബോള ഉച്ച തിരിഞ്ഞപ്പോൾ ഞാൻ എടുത്ത് പകുതി ഉണക്കായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു നാളെ ഒരു ദിവസം കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉഷാറായി തോന്നുന്നുണ്ട് സംഭവം. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചപ്പോൾ 3 ഗ്ലാസ്സിൽ ഐസ് വെച്ചിട്ട് അതും കൂടിയും ഇതിലേക്ക് ഒഴിക്കുകയാണ്. കാരണം വെള്ളം തികയണില്ല, അത്രയും വെള്ളത്തിൻ്റെ ആവശ്യം വരിക. എത്ര വെള്ളം കുടിക്കണമെന്നുള്ളത് പറയാൻ പറ്റില്ല, അത്രയാണ്. അപ്പോൾ ഇതൊക്കെ ഡിവൈൻ ഫുൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. കംപ്ലീറ്റ് ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഞാൻ ചാക്കോച്ചനായിട്ട് അങ്ങോട്ട് മാറിയിരിക്കുക എന്നുണ്ടായത് കേട്ടോ. ഇന്നാന്ന് വെച്ചാൽ അവന് പ്രത്യേക ഒരു വാശിയും. അപ്പോൾ പിന്നെ അവൻ്റെ കൂടെ തന്നെ ഇരിക്കേണ്ട ഒരു അവസ്ഥ വന്നു.
അങ്ങനെ എല്ലാതും കഴിഞ്ഞ് ഈസ്റ്ററിനുള്ള എല്ലാ പ്രിപ്പറേഷനും നമ്മൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇത് നമ്മളുടെ മിൻറ്റ് ഉണക്കിയതാണ്, മറ്റേ പുതിനയുടെ ഇല ഉണക്കിയതാണ്. അപ്പോൾ ഉണക്കി ഞാനത് കുപ്പിയിലാക്കി. പെട്ടെന്ന് ഉണങ്ങും കേട്ടോ. പുതിനയുടെ ഇല ഉണക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. നിങ്ങൾ അതൊന്ന് ശരിക്കും ഒരു വെയിലത്ത് ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പിടിച്ചാൽ അങ്ങനെ പൊടിയും. അപ്പോൾ ഞാനത് കുപ്പിയിലാക്കിയതിന് ശേഷം ഒരു തുണ്ടെടുത്തിട്ട് ഞാൻ ചായ വെച്ച് കുടിച്ചതാണ് അതിൻ്റെ പൊടി എടുത്തിട്ട്. അപ്പോൾ എനിക്ക് തോന്നണതാണോന്ന് എനിക്കറിയാം. അത് കുടിച്ച് കഴിഞ്ഞാൽ ഒരു ഉഷാറാണ്, ഒരു ഉറക്കം തൂങ്ങലും ഇതൊക്കെ മാറിയിട്ട് ഒരു ഉഷാർ. എനിക്കിപ്പോൾ സ്വതവേ ഫ്ലേവേർഡ് ടീ ഇഷ്ടമാണ് കേട്ടോ. ചായ ഇങ്ങനെ പല ഫ്ലേവറിൽ കഴിക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് മിൻറ്റ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ റോസ് അങ്ങനെ ഒക്കെ കഴിക്കുന്നത്. എനിക്കെന്തോ അതൊക്കെ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. എന്ത് സാധനമായാലും എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് എല്ലാതും ഇഷ്ടമാണ്. കാരണം എന്ത് സാധനമായാലും നമുക്ക് കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ പിന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണോണ്ട് കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഈസ്റ്ററപ്പം ഉണ്ടാക്കാനായിട്ട് പെസഹാപ്പം, ഈസ്റ്ററപ്പം തെറ്റി പറഞ്ഞതാട്ടോ, സോറി. പെസഹാപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ അത് കൂടാണ്ട് യൂട്യൂബിലൊക്കെ നിറച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു റെസിപ്പി പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞാൻ നമ്മുടെ കുരുത്തോലയുടെ ഒരു ചെറിയ തുമ്പെടുത്തിട്ട് കുരിശ് വെച്ച് ഞാൻ അതവിടെ വെച്ചു. പാല് ഡിവൈൻ്റെ വകയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ആയതിന് ശേഷം ഡോൺ ഇന്ന് നേരത്തോടെ വന്നു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഇടയിൽ നമ്മളുടെ പള്ളിയിലേക്ക് അപ്പം പെസഹപ്പം, ഈസ്റ്ററപ്പം എന്നാണ് പറയണത്, എന്താണാവോ പെസഹപ്പം ഒരെണ്ണം കൊടുത്തയച്ചു. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ വീടുകളിൽ നിന്നും കളക്ട് ചെയ്തതിന് ശേഷം അത് വൈകിട്ട് ഇത് കഴിഞ്ഞ് മുറിച്ച് നമ്മളൊക്കെ പങ്കിട്ട് കഴിക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ പനങ്കൽക്കണ്ടം ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ 2 ഗ്ലാസ് ജാറിലാക്കി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ച് കൊടുത്തു. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്. ഇന്നത്തെ ഹെവി വർക്ക് മൊത്തം ഡിവൈനാണ് കിട്ടിയത്. മറ്റേത് ആരെങ്കിലുമൊക്കെ ഒന്ന് ഹെൽപ്പിന് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഡിംപിളോ ആരെങ്കിലുമൊക്കെ ഉണ്ട്. അപ്പോൾ ഡാഡിക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. എനിക്ക് പറ്റുന്നത്. ഡോൺ പിന്നെ വന്നു കഴിഞ്ഞാൽ 2 കുട്ടികൾ ഡോണിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവന് വേറെ ഒന്നും ചെയ്യാനുള്ള നേരമോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്താ പറയുക സന്തോഷമായിട്ട് ഓരോരുത്തരും അവരവരുടെ ഭാഗങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പം മുറിച്ചു കേട്ടോ. ഡാഡി അപ്പം മുറിച്ച് ഞങ്ങൾക്കൊക്കെ തന്നു. ശരിക്കും ഞങ്ങളുടെ പണ്ട് നമ്മളുടെ എൻ്റെയൊന്നും ചെറുപ്പത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും ചെയ്യുമ്പോൾ നമ്മളും അതുപോലെ ചെയ്യണു, അതാണ്. അപ്പം മല്ലിയിലയൊക്കെ ആക്കി അതിൻ്റെ മുകളിലൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അടച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതുമ്പോൾ പിടിച്ച് കഴിഞ്ഞ് പിന്നെ എടുക്കുമ്പോൾ നനവ് തോന്നിക്കഴിഞ്ഞാൽ ആ പേപ്പർ അങ്ങോട്ട് കളഞ്ഞാൽ മതി, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പെസഹപ്പമൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ എളുപ്പത്തിലൊരു ചമ്മന്തി ഉണ്ടാക്കിയതാണ് കേട്ടോ. കാരണം സബോള അരിഞ്ഞതിൽ കുറച്ച് ബാക്കിയൊന്നും രാത്രിയിലേക്ക് ആർക്കും ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലൊന്നുമില്ല. സബോളയിൽ കുറച്ച് ഇഞ്ചിയുടെ പേസ്റ്റ് ഞാനിട്ടു, ഒരു പച്ചമുളക് അരിഞ്ഞിട്ടു, കുറച്ച് വിനാഗിരി, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, ഉപ്പ് കൂടി നല്ലോണം അങ്ങോട്ട് തിരുമ്പിയതിന് ശേഷം കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടു. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടില്ലേ നല്ല ഉള്ളിച്ചമ്മന്തി സബോള ഉണ്ട്, അതാണ്. ഇപ്പോൾ സബോളയ്ക്ക് വെച്ചാൽ ഭയങ്കര വില കുറവാണ്. നിങ്ങൾക്ക് ശരിക്കും ഇത് നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ കുറച്ച് ഇതും കൂടി കൂട്ടി കഴിച്ചാലേ വേറെ ഒന്നും വേണ്ട നമുക്ക്. അപ്പോൾ രാത്രിയിൽ ഇന്ന് ഡോണിന് ഒന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ചോറ് കടുക് പൊട്ടിച്ചിട്ട് കൊടുത്തപ്പോൾ നെയ്യിൽ നമ്മൾ കടുകും വേപ്പിലയും 2-3 കൊണ്ടാട്ടം മുറിച്ചിടും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ചോറ് മാത്രം മതി, അതിന് ഒറ്റ കറികളും വേണ്ട കേട്ടോ. അങ്ങനെ ഇത് നമ്മളുടെ വാഷിംഗ് മെഷീനും തേക്കണ മേശയിൽ നമ്മളിപ്പോൾ പച്ചക്കറി വെക്കുന്നത് അതിനും പിന്നെ ആ ബോക്സുകൾ വെക്കുന്ന അവിടേക്കും കൂടിയുള്ള ഷീറ്റ് വാങ്ങിയതാട്ടോ. ഇത് പിന്നെ കിച്ചണിലേക്കുള്ള 5 മറ്റേ മാറ്റാണ്, 45 രൂപ. നമ്മുടെ മമ്മി ഡാഡിയിൽ ഇന്നലെ ഡിമ്പിൾ പോയി എന്ന് പറഞ്ഞില്ലേ, അവിടെ നിന്ന് എടുത്തത്. അപ്പോൾ ഇനി ഈ തുണികളൊക്കെ മടക്കി വെച്ചിട്ട് വേണം എനിക്ക് കിടന്നുറങ്ങാനായിട്ട്. അപ്പോൾ വെയിലാറിയോട് കൂടിയിട്ട് ഡാഡി എനിക്ക് തുണികളൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വെച്ച് തന്നു കേട്ടോ. അങ്ങനെ പറഞ്ഞു വരുമ്പോഴേക്കും സമയം 11 അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഡിവൈൻ മുകളിലേക്ക് കയറിപ്പോയി. ഞാൻ കുളിക്കാൻ പോയ സമയം കൊണ്ട് ഡിവൈൻ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് ആൾ മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം പെട്ടെന്ന് കഴിഞ്ഞു പോയി. ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ ദിവസമൊക്കെ നമ്മൾ പള്ളികളിലാണ്, നാളെ ആയാലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം നല്ല രീതിയിൽ തന്ന തമ്പുരാൻ 1000 നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും എടുക്കില്ല ഞാനെന്ന്, പക്ഷേ പറ്റാവുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. നാളെയും ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, എല്ലാവർക്കും നല്ലൊരു വാരം
അതായത് നോയമ്പിൻ്റെ അവസാനമാണ്, ആശംസിക്കുകയാണ്. അപ്പോൾ ഹാപ്പി ഈസ്റ്റർ ഒന്നും ഞാൻ പറയില്ല, അതിന് ഇനി 2 ദിവസം ഉണ്ടല്ലോ. അപ്പോൾ നാളെ പള്ളിയിലൊക്കെ പോയി വന്നിട്ട് കാണാം.